മറ്റ് രാജ്യക്കാർ നടത്തുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാറ്റി നിർത്തിയാൽ നാദാപുരത്തുകാരനില്ലാത്ത ഒരു കഫ്റ്റീരിയ പോലും ഗൾഫിൽ കണ്ടെത്താനാവില്ല. ഒന്നുകിൽ നടത്തിപ്പുകാരൻ, അല്ലെങ്കിൽ ഷവർമ മേക്കർ, അതുമല്ലെങ്കിൽ ജ്യൂസ് മേക്കർ, ഇതൊന്നുമല്ലെങ്കിൽ സപ്ലയറുടെ വേഷത്തിൽ. UAE-യിലെ ആയിരക്കണക്കിന് കഫ്റ്റീരിയകളിൽ 75% നാദാപുരംകാരാണെന്ന് അറിയുമ്പോഴാണ് ഈ ദേശവും ഈ വ്യാപാരവും തമ്മിലുള്ള ആഴമറിയുന്നത്. ഷാർജയിൽ കസർക്കാലിക്കട്ട് എന്ന കഫ്റ്റീരിയ നടത്തുന്ന നൌഷാദിന്റെ 40ഓളം ബന്ധുക്കളാണ് നാദാപുരത്ത് നിന്ന് ഗൾഫ് നാടുകളിൽ ഈ മേഖലയിൽ തന്നെ ഉള്ളത്. നമ്മളെ തലമുറ ആയിട്ട് വരുന്ന ഇവിടെ നമ്മളെ കാരണന്മാരും പിന്നെ പുതിയ പിള്ളേരും ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഈ മേഖലയിൽ തന്നെയുള്ളത്. അവർ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പാസ്പോർട്ട് എടുക്കും, വിസ എടുക്കും, നേരെ ഇങ്ങോട്ട് കഫ്റ്റീരിയ തന്നെ. എൻ്റെ കുടുംബത്തിൽ വെച്ചാൽ 40 പേര് പിന്നെ ഈ കഫ്റ്റീരിയ മേഖലയിൽ തന്നെ ഉണ്ട്, ഈ UAE-യിൽ മാത്രമായിട്ട്. പിന്നെ അയൽവാസികളും പിന്നെ നമ്മൾ കൂട്ടുകാരൊന്നും നോക്കുന്നെങ്കിൽ എണ്ണിയാൽ എന്ത് ചെയ്യൂല, തീരൂല. ഇതുപോലെ കഫ്റ്റീരിയകളുടെ നാദാപുരം പെരുമ പറയുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. നരിക്കോളി ഹമീദ് ഹാജി, ഹോട്ട് ബർഗർ നാസർ, CP കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയ പേരുകൾ ഈ മേഖലയിൽ നിരവധി കഫ്റ്റീരിയകൾ തുടങ്ങി വിജയം കണ്ടവരുടേതാണ്. നാദാപുരത്ത് വളരുന്ന ഓരോ കുട്ടിക്കും കഫ്റ്റീരിയകളെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടെന്നാണ് അവിടുത്തുകാർ തന്നെ പറയുന്നത്. ഒരു ദേശത്തെ ജനത മറുദേശത്ത് വിജയക്കൊടി പാറിച്ചതിന്റെ ഓർമ്മയ്ക്കാവാം നാദാപുരത്തും ഇപ്പോൾ നിരവധി കഫ്റ്റീരിയകളുണ്ട്. പാകിസ്ഥാനി ഡ്രൈവർ ഉപേക്ഷിച്ച ടാക്സിയും നാദാപുരംകാർ ഉപേക്ഷിച്ച കഫ്റ്റീരിയയും പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ഗൾഫിലെ ഒരു മൊഴി. ഷാർജയിലെ നാദാപുരത്തുകാരുടെ കഫ്റ്റീരിയയ്ക്ക് മുൻപിൽ നിന്നും ക്യാമറമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം കുഴൂർ വിൽസൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.